അപ്പോൾ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. കുറ്റിപ്പുറത്ത് നിന്നും ട്രെയിൻ കയറിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ രാവിലെ 4:30. ഒരു ദിവസത്തെ ഉറക്കം അങ്ങ് മൂഞ്ചി പോയിട്ടുണ്ട്. തിരിച്ചു പോകുന്ന അവസ്ഥയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാവും. ഉറക്കമില്ലാത്ത രാത്രികൾ. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്തോളൂ കേട്ടോ. രാത്രി ഏകദേശം ഒരു 4:45 റൂമൊക്കെ കിട്ടി. കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. രാവിലെ നീച്ചിട്ട് ബാക്കി. അമ്പലത്തിൽ പാട്ട് വെച്ചിട്ട് തോന്നണം, കേട്ടിട്ടോ നീച്ചിട്ടുള്ളത്. ഇനി പല്ലേച്ച് കുളിച്ച് ഡ്രസ്സ് മാറി നേരെ ചായ കുടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. ബാക്കി അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ കാണാം. ബൈ ബൈ. അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. നമ്മള് KSRTC സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് റൂം എടുത്തിട്ടുള്ളത്. രാത്രി തന്നെ ഒരു ഡ്രൈവറോട് കൊണ്ടുവന്നു. കുഴപ്പമില്ലാത്ത റൂമാണ്. അതിന്റെ പ്രൊമോഷൻ അല്ല കേട്ടോ, കുഴപ്പമില്ല. നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങി. ഇനി ഇത് ചായ കുടിക്കണം. ചായ കുടിക്കാനുള്ള പോക്കാണ്. അപ്പൊ ചായ കുടിക്കുമ്പോ കാണാം. ഈ വ്ളോഗ് എടുത്തിട്ടൊന്നും ശീലമില്ലാത്ത കാരണേ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യണേ. നല്ല കുഞ്ഞ് പൊറോട്ട, മുട്ട കറി, കുഴപ്പമില്ല. ഒരു സ്പൈസി ആയിട്ടുള്ള സാധനം, ടേസ്റ്റ് ഉണ്ട്. സംഭവം എളുപ്പണി നോക്കിയതാണ്. ഇതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല. അവിടെ കലക്കി വെച്ചാൽ പോരെ. ഇവിടെ മാത്രമേ ഉള്ളൂ. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ ബസ് തൃക്കൊടിത്താനം പോലീസിന്റെ അടുത്ത് വരെത്തുന്ന പറയുന്നത്. അപ്പൊ ബസ്സിലാണ് ഇപ്പൊ. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു വലിയ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അതിമനോഹരമായ പാർക്ക്. അതാണ് പോലീസ് സ്റ്റേഷൻ. അതൊരു വലിയൊരു കുളത്തിന്റെ കരയില് അങ്ങനെ കളിക്കാൻ കുട്ടികൾക്കുള്ളൊരു പാർക്ക്. ഇവിടെ വയോധികരായ ആളുകൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നാണ് കാണാൻ അവസരം കിട്ടിയത്, അതുകൊണ്ട് കാണാന്നുള്ളതാണ്. 10 മണിക്കാണ് ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത്. 10 മണി ആയിട്ടില്ല, 9 മണി 9:15 ആയിട്ടുള്ളൂ. കുറച്ചു നേരം കുറച്ച് ശുദ്ധമായി ശ്വസിച്ചിട്ട് കയറാൻ വിചാരിച്ച്. അപ്പോ കട്ടക്ക് കൂടെ നിക്കണം കേട്ടാ. ഇവിടെ ഈ ദുനിയാവിൽ നിനക്കെന്തു ബന്ധം. അതെ, ഈ ദുനിയാവിൽ എന്ത് ബന്ധം അല്ലേ? കുറച്ചു കാലം ജീവിച്ച് അങ്ങ് മരിച്ചു പോകും. ആവുന്നിടത്തോളം കാലം നല്ലത് പറയാ, മനസ്സിലായേ? നല്ലത് ചെയ്യാ. ഏത് നല്ല ആളെ മോട്ടിവേഷൻ തരുന്നതെന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. കാലം തെളിയിക്കും എല്ലാം. അത്ര. തൃക്കൊടിസ്ഥാനം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 9:45 വന്ന് നിൽക്കുന്നുണ്ട്. ബാക്കി പ്രൊസീജിയർ അറിയില്ല, വെയിറ്റ് ചെയ്യും പറയാം. തൃക്കൊടിസ്ഥാനം പോലീസ് സ്റ്റേഷനിൽ എത്തി. നേരെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൊഴി അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ നമുക്കത് തിരിച്ച് കിട്ടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ കോടതി വഴിയാണ് കിട്ടുക. അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എനിക്ക് ഉണ്ടായത് ഈ സംഭവങ്ങളെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം തോന്നി, അതുകൊണ്ട് പറയാന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ഡൗട്ടാണ്, ഈ ഷെഫീന ബീവി ഞാനും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഷെഫീന ബീവിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുക ഈ റോട്ടിൽ വെച്ചിട്ടാണ്. നേരിട്ട് കാണും. പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാം. എന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഫോൺ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, അത് വേറെ കാര്യം. പോലീസുകാരായാലും ഫോണ്. അങ്ങനെ അതിനിടയിൽ ഷെഫീന ബീവി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കേസിലൊക്കെ പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരെ ഹെൽപ്പ് ചെയ്യാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. ജാമ്യക്കാർ റെഡി ആക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ ഏട്ടൻ, ഇവരുണ്ടാവണം എൻ്റെ ജാമ്യക്കാര്. അവര് ഓൾറെഡി സെറ്റാണ്. എന്നാൽ പോലും എനിക്കറിയില്ലല്ലോ, വണ്ടിയിലാണ് ഫോൺ, എൻ്റെ കയ്യിലല്ല ഫോൺ. ഷെഫീന ബീവി പറഞ്ഞു ഞാൻ എന്നാ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് വരുന്നത്. ഒരു മുൻപരിചയം എനിക്കില്ല. അതേപോലെ തന്നെ അവരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളോടും എനിക്ക് യോജിപ്പുമില്ല, വിയോജിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണെന്നുള്ളതാണ്.
ഇപ്പോൾ വേറൊരു നരേറ്റീവ് കൊണ്ടുവരുന്ന ഒരു പരിപാടി ഇപ്പോൾ കാണുന്നുണ്ട്. എൻ്റെ അമ്മയുടെ പ്രായമായ ഒരു സ്ത്രീയാണ് അവർ. അതിനെയൊക്കെ വൃത്തികെട്ട രീതിയിൽ ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇങ്ങനെ വൃത്തികേടുകൾ പറയാതിരിക്കുക. ഒരുപാട് കമൻറ്റുകൾ ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയൊക്കെ വരും ദിവസം തരാം. അതൊക്കെ തന്നിരിക്കും, ഇത് വേറെ കാര്യം. ഇവിടുന്ന് മൊഴി കൊടുത്തു, നമ്മുടെ കാര്യം ക്ലിയർ ചെയ്തു, പോന്നു. പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് റോട്ടിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. അത് അനുഭവിച്ച ആളുകൾക്ക് അറിയുന്നുള്ളത്. ദിവസത്തെ ഉറക്കം പോയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി കേസും കാര്യങ്ങളും കോടതിയിലാണ് ബാക്കി എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതായിട്ടുള്ളത്. നീതി കിട്ടും, ഉറപ്പാണ്. ആ നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നില്ല. കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പറയുന്നില്ല എന്നേ ഇപ്പം പറയുന്നുള്ളൂ. പിന്നെ സാജൻ സ്കറിയ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഫീന ബീവി ഞാനും തമ്മിൽ എന്താണ് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ പറയുന്നത്. സാജൻ സ്കറിയ ഒന്നും കാര്യങ്ങൾ അറിയാതെ ഓരോ ഊളത്തരം പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കേസുണ്ട്? ഒരുപാട് കേസുകളില്ലേ? അപ്പോൾ പറയാൻ പറ്റിയ ആളെന്നെ പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം, എന്തായാലും കൊള്ളാം. പിന്നെ ഏതോ ഒരു യൂട്യൂബർ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പൊന്നു മക്കളെ, അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ നെഞ്ചും വിരിച്ച് നട്ടല്ലോട് കൂടി പറയാം കേട്ടാ. ഞാൻ നടക്കുന്നതിന്റെ ഇടയിൽ വണ്ടികൾ വരുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടാ. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ചെറിയ തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പ്, നാടൻ ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ ഈ എഴുതാപ്പുറങ്ങൾ വായിക്കരുത്, ആളോട് എനിക്കതാ പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ കൃത്യമായിട്ട് നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഒരു പൊടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടാ. സത്യം പറയട്ടെ, നല്ല കിടിലൻ ചോറാട്ടോ. റോസ്റ്റ് പൊളി, നല്ല നാടൻ ചോറ്. മലപ്പുറം ജില്ല വിട്ടിട്ട് നമുക്ക് അങ്ങനെ നല്ല അടിപൊളി സാധനം കിട്ടാറില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേപോലെ സാധനം കിട്ടി. എന്താ പറയാനുള്ളത്? ആളെ പറയും. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താട്ടാ. അപ്പൊ 3 മണി, കുറച്ചു നേരം കിടന്നുറങ്ങി. 3:30 ഇവിടുന്ന് നേരെ തൃശ്ശൂർക്ക് ട്രെയിൻ ഉണ്ട്. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ വിടുകയാണ് കോട്ടയം. അപ്പോ ചങ്ങനാശ്ശേരിയോട് താൽക്കാലികമായിട്ട് വിട പറയാൻ പോവാണ്. മോളിലൂടെ കയറി ഇനി താഴത്തോട്ട് ഇറങ്ങണം. എന്താ ചെയ്യാ, കയറ്റവും ഇറക്കവും വേണമല്ലോ ലൈഫിലല്ലേ. അപ്പോ ശക്തന്റെ മണ്ണിലെത്തി. ഇനി വീട്ടിലെത്തുക 1.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വീട്ടിൽ പോയതിന് ശേഷം വീഡിയോ ചെയ്യാം. ബൈ.